അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടും ഒരു സങ്കടകരമായ വാർത്ത. അട്ടപ്പാടിയിൽ അരിവാൾ രോഗിയായ ആദിവാസി ബാലിക മരിച്ചു. വടക്കോട്ടത്തറ സ്വദേശി അമൃത ലക്ഷ്മിയാണ് മരിച്ചത്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത്. ഗോകുൽ വി എസ് ചേരുന്നുണ്ട്. ഗോകുൽ, വിവരങ്ങൾ. പുലർച്ചെയാണ് അട്ടപ്പാടി കോട്ടത്തറയിൽ അമൃതലക്ഷ്മി എന്ന് പറയുന്ന 10 വയസ്സുകാരി അരിവാൾ രോഗബാധിതയായിരുന്നു അവർ മരിച്ചത്. അവർ ആശുപത്രിയിലേക്ക് അരിവാൾ രോഗമുണ്ടായിരുന്നു, പല അസുഖങ്ങളും. അരിവാൾ രോഗം വരുമ്പോൾ സ്വാഭാവികമായും മറ്റു പല അസുഖങ്ങൾ വരികയും പ്രതിരോധ ശേഷി കുറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിനിടയിൽ വെച്ച് 10 വയസ്സുകാരി മരിച്ചത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇപ്പോഴും ഇത്തരത്തിലുള്ള മരണങ്ങൾ തുടർച്ചയായി ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ അട്ടപ്പാടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ അരിവാൾ രോഗം നേരത്തെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളീയ പൊതുസമൂഹത്തിൽ, ആരോഗ്യ മേഖലയിൽ. ഇപ്പോഴും ഈ രോഗബാധ നിരവധി പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരുമെല്ലാം എന്താണ് പറയുന്നത്? ഗോകുൽ, അട്ടപ്പാടിയിൽ ഇപ്പോഴും ഒരു മാറാത്ത പ്രശ്നം തന്നെയാണ് ഈ അരിവാൾ രോഗം. പണ്ടത്തെ അപേക്ഷിച്ച് അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോഴും നമ്മൾ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് അരിവാൾ രോഗത്തിന് കൃത്യമായി മരുന്നുകൾ ലഭിക്കുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഒരു കുട്ടി 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അവർ അരിവാൾ രോഗബാധിതയായിരുന്നു. ഇപ്പോഴും പല ആളുകൾക്കിടയിലും ഈ അസുഖം അട്ടപ്പാടിയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് അതിന്റെ അളവിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ശരി, ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിൽ വീണ്ടും ഒരു മരണം കൂടി. 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണമാണ് അരിവാൾ രോഗം മൂലമുണ്ടായിരിക്കുന്നത്.